നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. നഷ്ടമായത് നടൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. മലയാളക്കരയ്ക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ ഹൃദയം കവർന്ന കലാകാരൻ്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് തീരാ നഷ്ടം. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച. ഷൊർണൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26. കുന്നംകുളം കാടിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. സംഘർഷത്തിന് ഇടയാക്കിയത് നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ ചർച്ചയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. മലയാളികൾക്ക് ഹൃദയസ്പർശിയായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. സിനിമാ ലോകത്ത് നടൻ, തിരക്കഥാകൃത്ത്, ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ തിളക്കമാർന്ന ഒരു അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. മലയാള മണ്ണിൻ്റെ ഗന്ധമുള്ള ഒട്ടേറെ കുടുംബ ചിത്രങ്ങൾ, ഓർത്തോർത്ത് ചിരിക്കാൻ മലയാളികളുടെ മനസ്സിലേക്ക് ഒട്ടനവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും, കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. 1974 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെ രംഗപ്രവേശം. സാമൂഹിക പ്രശസ്തിയുള്ള വിഷയങ്ങൾ ആസക്തിയിലൂടെ അവതരിപ്പിച്ച് മലയാളി മനസ്സുകളുടെ ഹൃദയം കവർന്ന കലാകാരൻ. 48 വർഷം നീണ്ടുനിന്ന സിനിമാ ലോകത്ത് ഒട്ടേറെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ചിന്താവിഷ്ടയായ ശ്യാമള, പൊന്മറ്റയിടുന്ന താറാവ്, മിഥുനം, വടക്കുനോക്കി യന്ത്രം, പട്ടണപ്രവേശം, സന്ദേശം എന്നിവ ചിലതുമാത്രം. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്നത് നാട്ടിൻപുറത്തെ ഓരോ കഥാപാത്രങ്ങളും വെള്ളിത്തിരയിൽ പിറവിയെടുത്തു. മറക്കാനാവാത്ത ഒട്ടേറെ സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീനിവാസൻ്റെ വിയോഗത്തിൽ STVയും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഷൊർണൂർ. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2 ആഴ്ചയ്ക്കൊരിക്കൽ ശ്രീനിവാസനെ പോയി കാണുമായിരുന്നെന്നും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നും സത്യൻ അന്തിക്കാട് വിതുമ്പി പറഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാനെല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു. എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം ഇപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം നടക്കും. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നാളെ നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 21 ഞായറാഴ്ച അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ 35 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. രാവിലെ റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ സാന്നിധ്യത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ചേരും. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിച്ചു കൊടുക്കും. ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30 ആരംഭിക്കും. അന്ന് ഉച്ചയ്ക്ക് 2:30 തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കുന്നംകുളം കാണിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. CPM പ്രവർത്തകനായ കാണിപ്പയ്യൂർ വെള്ളത്തേരിയിൽ വീട്ടിൽ 49 വയസ്സുള്ള കൃഷ്ണകുമാർ, BJP പ്രവർത്തകനായ കാണിപ്പയ്യൂർ കരുമത്ത് വീട്ടിൽ 45 വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ BJP അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്ത വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. സോഡാ കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പരിശീലനം AEO K സുവർണകുമാരി ഉദ്ഘാടനം ചെയ്തു. PM പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഷൊർണൂർ ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിശീലന പരിപാടി. ഷൊർണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുവർണകുമാരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏത് എടുക്കണം, നമുക്ക് ഏതിന് ഫസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ള ഐറ്റം നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് മണ്ണാർക്കാട് വെച്ച് ഒരു ദിവസത്തിന് 1 ഡേ ട്രെയിനിങ് നടത്തുകയുണ്ടായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് K സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഷൊർണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ ഫയർഫോഴ്സ് ഓഫീസർ ശിവപ്രസാദും അമീൻ ഗ്യാസ് ഏജൻസിയിലെ ഇബ്രാഹിം ക്ലാസ് എടുത്തു. ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് VB കദീഷ്, HM ഫോറം കൺവീനർ K ഷാജി മാസ്റ്റർ, ഇന്ദിരാദേവി, ശില്പ, ബിന്ദു, R ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ 75 വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നന്മ നിറഞ്ഞ പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് അധ്യാപകരുടെ പ്രധാന ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P മുജീബ് റഹ്മാൻ പത്തിരിപ്പാല മൗണ്ട് സീന ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത് മൗണ്ട് സീന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, മൗണ്ട് സീന നൽകിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉടമകൾ ആരാണെന്ന് ചോദിച്ചാൽ, സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്ന് തൊട്ട് അധ്യാപകരിലൂടെ തുടങ്ങി അതുപോലെ തന്നെ പ്രിൻസിപ്പാളിലൂടെ വന്ന് ഇവിടെയുള്ള ക്യാൻറ്റീൻ ജീവനക്കാരനുൾപ്പെടെയുള്ളവർ കൈകോർത്തു നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഗുണഫലമാണ് ഈ സ്ഥാപനത്തിൻ്റെ മികവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ കാലം ഈ ദൗത്യം നമ്മിൽ നിന്ന് കൂടുതൽ ആവേശത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസൽമാനാകാം, മതമുള്ളവനാകാം, മതമില്ലാത്തവനാകാം. മൗണ്ട് സീന ഗ്രൂപ്പ് ചെയർമാൻ KK മമ്മുണ്ണി മൗലവി, കളത്തിൽ ഫാറൂഖ്, ഹമീദ് വാണിയമ്പലം, AP നാസർ, ഷാജഹാൻ മുണ്ടൂർ, KP അബ്ദുൾ റഹ്മാൻ, K അബ്ദുൾ സലാം, അബ്ദുൾ ഹസൻ, CKK അബ്ദുൾ നവനാഫ്, അബ്ദുൾ ഗഫൂർ, നൌഷാദ് മൊഹിദ്ദീൻ, ഷംസുദ്ദീൻ പത്തിരിപ്പാല, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, മൊയ്തീൻ, സയ്യിദ് അമീർ, VP മുഹമ്മദ് അലി, ഡോക്ടർ KS വിനോദ്, ബക്സി M വർഗീസ്, H സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. മൗണ്ട് സീന സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി. മൗണ്ട് സീന ഗ്രൂപ്പിന്റെ സ്നേഹോപകാരം മൗണ്ട് സീന ചെയർമാൻ KK മമ്മുണ്ണി മൗലവി P മുജീബ് റഹ്മാന് കൈമാറി. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സ്വാഗതവും മൗണ്ട് സീന ഡയറക്ടർ CK അബ്ദുൾ മനാഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെരുവോരങ്ങളിൽ തമ്പടിച്ച നായക്കൂട്ടം, ജനങ്ങൾ ഭീതിയിലാണ്. വിദ്യാർത്ഥികളെയും വളർത്തുമൃഗങ്ങളെയും നായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുന്നതും പതിവായിട്ടുണ്ട്. കോട്ടായി, പുളിനെല്ലി, കോതമംഗലം പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമെന്ന് വീട്ടമ്മമാരും പറയുന്നു. കുടുംബശ്രീ ദേശീയ സരസ് മേള തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരിയിൽ ജനുവരി 2-ന് തുടക്കം കുറിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടകർ പറഞ്ഞു. ചാലശ്ശേരി മുലയമ്പറമ്പത്ത് മൈതാനത്തും സമീപത്ത് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമായാണ് മേള നടത്തുക. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 250 പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി
വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ജനുവരി 2 വൈകിട്ട് 5:30 മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസ് മേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിശിഷ്ടാതിഥിയായിരിക്കും. ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും നിർവഹിക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചി വൈവിധ്യം വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട് പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്ത നിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താലമണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തൃത്താലമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളായി 33 ഏക്കറിൽ സരസ് മേള ഫുഡ് കോർട്ടിലേക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നു. മേളയോട് അടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുക്കും. പ്രചരണത്തിൻ്റെ ഭാഗമായി ഡിസംബർ 20, 21, 22 തീയതികളിൽ ഗൃഹസന്ദർശനവും 28-ാം തീയതി തൃത്താലമണ്ഡലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തും. കൂടാതെ 30-ന് കൂട്ടുപാത മുതൽ ചാലശ്ശേരി വരെ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്നും മന്ത്രി MB രാജേഷ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ ഈ മേളയിൽ ഉണ്ടായിരിക്കും. അതിനു പുറമെ കേരളത്തിൽ നിന്നുള്ള സ്ത്രീ സംരംഭകരുടെ സ്റ്റാളുകളും ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ എല്ലാ പ്രദർശനവും വിൽപ്പനയുമാണ് ഇതിലുണ്ടാവുക. സരസ് മേളയുടെ ഏറ്റവും വലിയ ആകർഷണം ഫുഡ് കോർട്ടാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കശ്മീർ മുതൽ കന്യാകുമാരി വരെ ആസേതു ഹിമാചലമുള്ള രുചി വൈവിധ്യം അനുഭവിച്ചറിയാൻ പറ്റുന്ന 30-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, അത് ഈ സരസ് മേളയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരിക്കും. അതുപോലെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികൾ ഈ 10 ദിവസവും ഉണ്ടായിരിക്കും. അതോടൊപ്പം തൃത്താലയിലെ പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും പരിപാടികളും ഉണ്ട്. രണ്ടും ഉണ്ടായിരിക്കും. തൃത്താലയിലെ പ്രാദേശിക കലാകാരന്മാർ കലാകാരികൾക്കൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും പ്രമുഖരായ ആളുകളുടെ കലാപരിപാടികളുമുണ്ട്. അതുപോലെ പുഷ്പമേള ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഹാപ്പിനെസ് കോർണർ ഇതിന്റെ ഭാഗമായി പ്രത്യേകം സജ്ജീകരിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഈ 10 ദിവസവും തുടർച്ചയായിട്ട് നടക്കും. ഇതില് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ജനുവരി 2-ന് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുമ്പ് വലിയ ഘോഷയാത്ര, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര നടക്കും. ആ ഘോഷയാത്രയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സരസ് മേള ഉദ്ഘാടനം ചെയ്യും. 10 ദിവസമായി വിവിധ മന്ത്രിമാർ ഈ സരസ് മേളയിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനായ സ്പീക്കർ ശ്രീ AN ഷംസീർ ആയിരിക്കും മുഖ്യാതിഥി. വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായിരിക്കും. ജില്ലയിൽ നിന്നുള്ള 3 MPമാർ ശ്രീ VK ശ്രീകണ്ഠൻ, ശ്രീ K. രാധാകൃഷ്ണൻ, ശ്രീ അബ്ദുൽ സമദ് സമദാനി, ജില്ലയിലെ എല്ലാ MLAമാർ, അതിനു പുറമെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഓരോ മന്ത്രിമാർ എന്നിവർ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മന്ത്രിക്കൊപ്പം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. അനുരാധ, നവകേരള മിഷൻ കോർഡിനേറ്റർ P. സൈതലവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. യജ്ഞം ഞായറാഴ്ച സമാപിക്കും. കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന 7ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്.
ക്ഷേത്ര പരിസരത്തു നിന്നും താലത്തിന്റെയും വാദ്യത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. തുടർന്ന് ക്ഷേത്രം വലം വച്ച ശേഷം ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ ബ്രഹ്മശ്രീ എരുമയൂർ മുരളിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ കല്ലായി വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ശനിയാഴ്ചയും പാരായണം തുറന്നു. ഞായറാഴ്ച ഉച്ചയോടുകൂടി യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തോലന്നൂർ പൂതമണ്ണിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ ഭഗവതിപ്പാട്ട് ഡിസംബർ 23 ആഘോഷിക്കും. ശിവൻ വെളിച്ചപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പാട്ടുത്സവം നടക്കുക. ഡിസംബർ 23 കാലത്ത് 5 മണിക്ക് നട തുറക്കും. തുടർന്ന് വിശേഷാൽ പൂജകളും പഞ്ചാരിമേളവും നടക്കും. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ദീപാരാധനയും രാത്രി 9 മണി മുതൽ ഭഗവതിപ്പാട്ടും നടക്കും. ഭഗവതിപ്പാട്ട് ഡിസംബർ 23 ചൊവ്വാഴ്ച ഭഗവതിപ്പാട്ട്. ഒരു പകല് ഒരു രാത്രി എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ്. എല്ലാ ഭക്തജനങ്ങളിലും സ്നേഹപൂർവ്വത്തോടെ ക്ഷണിച്ചുകൊള്ളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. നഷ്ടമായത് നടൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. മലയാളക്കരയ്ക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ ഹൃദയം കവർന്ന കലാകാരന്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് തീരാ നഷ്ടം. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച. ഷൊർണൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26. കുന്നംകുളം കാടിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. സംഘർഷത്തിന് ഇടയാക്കിയത് നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ ചർച്ചയെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.